രേണുസുതി എന്ന വ്യക്തി എന്നും എല്ലാവർക്കും ഒരു കണ്ടന്റ് മാത്രമായി അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്കും ഇമേജിനും വേണ്ടി ഒരു കണ്ടന്റ് മാത്രമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്, ഒരു സാഹചര്യമാണ് നിലവിൽ ഈ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ മനീഷ എന്ന മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും സീരിയൽ സിനിമ നടിയുമായ വ്യക്തി രേണുസുതിക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇപ്പം ഈ ആരോപണം കേരള സമൂഹത്തിൽ വലിയ ശ്രദ്ധയാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും രേണുസുതി എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അവർ മാത്രമല്ല ഈ മലയാളത്തിലെ ആദ്യത്തെ വിധവയെന്നും രേണുസുതി സമൂഹത്തിന് നല്ലൊരു ഒരു സംഭാവനയും നൽകിയിട്ടില്ല എന്നും ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ മത്സരാർത്ഥിയായി വരാൻ ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തിയാണ് രേണുസുതി എന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് മനീഷ ഈയിടെ ആരോപിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു പ്രവണതയിൽ ഇത്തരം ആരോപണങ്ങളിൽ എനിക്ക് നല്ല വിയോജിപ്പുള്ള ഒരു കാര്യമാണ്. രേണുസുതിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ ആരോപണങ്ങളും എനിക്ക് വ്യക്തിപരമായി യോജിക്കാൻ കഴിയുന്നതല്ല. ഈ ടോപ്പിക്കിൽ ഷാഫിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ നോക്കിക്കാണുമ്പോൾ കേരളത്തിലെ ആദ്യ വിധവയല്ല രേണുസുതി, അത് തന്നെയാണ് അതിലെ യാഥാർത്ഥ്യം. കേരളത്തിലെ ഇതിനു മുൻപ് ഒരുപാട് സിനിമ സീരിയൽ നടന്മാരുടെ മരണത്തിന് ശേഷം അവരുടെ ഭാര്യമാർ വിധവകളായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ഹനീഫ മലയാളത്തിന്റെ എക്കാലത്തെയും എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹം ഒരു കോമഡി സിനിമകളിൽ കൊല്ലം സുധിയേക്കാളൊക്കെ എത്രയോ മുകളിലാണ് കൊച്ചിൻ ഹനീഫയുടെ സിനിമകൾ. അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ ഇന്നും മലയാള സിനിമയിലെ മുഖ്യധാരാ നടന്മാർക്കൊപ്പം തന്നെ നിലനിൽക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളാകെ കഷ്ടത്തിലാണ്, ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഇവിടെ രേണുസുതി ചെയ്തിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കോമഡി താരത്തെ മലയാള സിനിമയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ അദ്ദേഹം റിയാലിറ്റി ഷോകളിലും സജീവമായിരുന്നു. സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ സജീവമായിരുന്ന ആ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ വിറ്റ് യഥാർത്ഥത്തിൽ കാശാക്കാനായിട്ടാണ് രേണുസുതി ശ്രമിച്ചിട്ടുള്ളത്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം രേണുസുതി ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ ദിവസം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ലക്ഷ്മി നക്ഷത്രയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ യൂട്യൂബ് ചാനൽ വന്നിരുന്നിട്ട് സുധിയേട്ടന്റെ ഡ്രസ്സിന്റെ ഗന്ധം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ വേണമെന്ന് പറയുന്നു. അങ്ങനെ ലക്ഷ്മി നക്ഷത്ര ദുബൈയിൽ ചെല്ലുന്നു, അവിടെ ഒരു പെർഫ്യൂം വ്യാപാരിയുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പെർഫ്യൂം തയ്യാറായിക്കൊണ്ട് വരുന്നു. പിന്നീട് രേണുസുതി അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ട്, അതെപ്പോഴും ഒന്നും എനിക്ക് അടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി കഴിയില്ല എന്ന്. ഈ രീതിയിൽ ഒരു സമയത്ത് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു നടനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയും മറ്റൊരു സമയത്ത് അദ്ദേഹത്തെ തള്ളിപ്പറയുകയും നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും. ഇതിലൊരു കാര്യം, പ്രധാന വിഷയം എന്നത് ഞാൻ എന്റെ വ്യക്തിപരമായ നിലപാട് പറയുകയാണെങ്കിൽ രേണുസുതി എന്ന വ്യക്തി അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കാനാണ് അത്തരം ഒരു സ്പ്രേയുടെ കാര്യം അവിടെ ഉന്നയിച്ചത്. ലക്ഷ്മി നക്ഷത്രയോട് അവരുടെ ആവശ്യം നിറവേറ്റാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ലക്ഷ്മി നക്ഷത്രയാണ്. അപ്പം അവരുടെ ആഗ്രഹം, അവരുടെ സുധിയുടെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ പാർട്ട്ണറിന്റെ ആ ഒരു മണം കിട്ടണം എന്ന് പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്, അത് അവരുടെ വ്യക്തിപരമായ അവകാശം കൂടിയാണ്. അതിൽ നമ്മൾ തടയിടേണ്ട ആവശ്യമുണ്ടോ ഇവിടെ നിലവിൽ? അങ്ങനെയുള്ളൊരു കാര്യം. പിന്നെ അത് മാറ്റി അത് അടിക്കാൻ, പിന്നെ ആ സ്പ്രേ യൂസ് ചെയ്യാൻ പറ്റില്ല അതൊരു വിവാദപരമായ കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ചിന്തിച്ചാൽ കഴിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഒരാളുടെ വിയർപ്പിന്റെ സ്മെല്ല്, വിയർപ്പിന്റെ ഗന്ധം എന്ന് പറയുന്നത് അതൊരിക്കലും ഡ്രസ്സിൽ അടിച്ചു നടക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത്, ഡ്രസ്സിൽ അടിച്ച് നടക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായത്തോടെ എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക? ഇവിടെ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾ, താങ്കളുടെ വിയർപ്പ് ഷർട്ടിൽ അടിച്ചോണ്ടാണോ നടക്കുന്നത്? താങ്കൾ പറയുന്നത്, താങ്കളുടെ ഒരു പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ ലോകത്ത് ഭർത്താവ് മരിച്ചിട്ടുള്ള ആദ്യത്തെ സ്ത്രീയാണ് രേണുസുതി എന്ന്. ഇവിടത്തെ ഒരിക്കലും അല്ല. ആദ്യത്തെ സ്ത്രീ ഒരിക്കലും ആരും അവിടെ അല്ല. രേണുസുതി എന്ന വ്യക്തിയും അവരാണ് ആദ്യത്തിലെ വിധവയായത് എന്ന് എവിടെ ആരോപിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് രേണുസുതി എന്ന വ്യക്തിക്ക് ഈ ജനാധിപത്യ രാജ്യം, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തില് ജീവിക്കാനുള്ള അവകാശം, അവരുടെ സ്വാതന്ത്ര്യം നിറവേറ്റാനുള്ള അവകാശം അവർക്കുണ്ട്. അവർ സാമൂഹ്യ ജീവിയാണ്. എനിക്ക് പറയാനുള്ള അവസരം നൽകൂ. ഞാൻ താങ്കൾ സംസാരിച്ചപ്പോൾ മൗനം പാലിച്ചു പിടിക്കുന്നു. താങ്കൾ എനിക്ക് സംസാരിക്കാനുള്ള അടിസ്ഥാനം വേണം മിനിമം. താങ്കൾ പറയുന്നത്
അടിസ്ഥാന വിരുദ്ധമായ കാര്യം. അത് താങ്കൾ ആലോചിച്ചാൽ അറിയാമായിരിക്കാം. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, രേണുസുതി എന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. അവർക്ക് ഈ ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കാനുള്ള അവകാശം, അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള അവകാശം നിലവിലുണ്ട്. ഒരു സമൂഹത്തെ തെറ്റായ രീതിയിൽ നയിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള അതായത് ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യം രേണുസുതി ചെയ്യുകയാണെങ്കിൽ ഇതിനെ വിമർശിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ അല്ലാത്ത പക്ഷം ജനാധിപത്യ രാജ്യത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായി ഒരു കാര്യം രേണുസുതി ചെയ്യുന്നില്ല. അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അവർ റീൽസ് പോലുള്ള ബിഗ് ബോസ് പോലുള്ള പരിപാടികളിൽ സമൂഹത്തിന് യാതൊരുവിധ സംഭാവനയും ചെയ്യാത്ത രേണുസുതിയെ പോലുള്ള ഒരു സ്ത്രീയെ എന്തിന് ബിഗ് ബോസ് പോലുള്ള പരിപാടികളിൽ അവിടെയുള്ള ഓരോ മത്സരാർത്ഥിയും സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടാണ് വന്നതെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ഈ മനീഷ എന്ന വ്യക്തി സമൂഹത്തിന് ചെയ്തിരിക്കുന്ന ഒരു സംഭാവന താങ്കൾ ഇവിടെ പറയൂ. ഈ മനീഷ എന്നവർ ആരോപിച്ചല്ലോ രേണുസുതി പറയാനായിട്ട്. ഇവിടെ മനീഷ ചെയ്തിട്ടുള്ള സംഗതി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓരോ തവണയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും സാമൂഹികപരമായിട്ടുള്ള സംഭവങ്ങളെയും ഒക്കെ സമൂഹത്തിന്റെ മുൻപിൽ കൃത്യമായിട്ട് കോമഡി പരിപാടികളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സീരിയൽ നടിയാണ് മനീഷ. അവർ അവതരിപ്പിച്ചിട്ടുള്ള പരിപാടിയാണ് മറിമായം എന്ന് പറയുന്ന പരിപാടി. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അവർ നടത്തിയിട്ടുള്ള ആ പരിപാടികളിൽ അവർ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളാണ്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഈ രീതിയിൽ രേണുസുതി എന്ത് സംഭാവനയാണ് ചെയ്തത്? രേണുസുതിക്ക് അവസരം നൽകിയിട്ടുണ്ടോ? മറിമായത്തിൽ രേണുസുതിക്ക് അവസരം നൽകിയിട്ടുണ്ടോ? ഒരാൾക്ക് അവസരം നൽകിയാലല്ലേ അതിൽ അഭിനയിക്കാൻ പറ്റും. രേണുസുതി എന്നിട്ടും തന്റേതായ നിലയിൽ ഒരു പ്രസ്ഥാനം രേണുസുതി ഞാൻ സംസാരിക്കുന്നത് കേൾക്കൂ ദയവായി. അഭിനയിക്കാൻ എന്ത് അവസരം നൽകുന്നില്ല? രേണുസുതി എന്ന വ്യക്തി തന്റേതായ ഒരു പ്രസ്ഥാനം അവരുടെ ഒറ്റ പ്രയത്നത്തിന്റെ പിറകിലാണ്. അവരുടെ ഒറ്റ ഒരു പ്രയത്നത്തെ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് അവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതിനെ വിമർശിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ, അതിൽ കണ്ണുകടിയുള്ള ആൾക്കാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആളുകളാവും സമൂഹത്തിന് രേണുസുതി എന്ത് സംഭാവന? ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് സംഭാവന നൽകിയില്ല, അല്ലെങ്കിൽ അവരൊരു മത്സരാർത്ഥി അല്ല, ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ മത്സരിക്കാൻ തക്കതായ ഒരു മത്സരാർത്ഥി അല്ല എന്ന് പറയുന്നതിൽ യാതൊരു വസ്തുതയും ഇല്ല. യാതൊരു വസ്തുതയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. രേണുസുതി എന്ന പോലുള്ള മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നടനായിട്ടുള്ള അപ്പാനി ശരത്തിനെ പോലെയുള്ള ആളുകൾ, അക്ബറിനെ പോലുള്ള ഗായകന്മാർ, അതുപോലെ തന്നെ എത്ര ആളുകൾ രേണുസുതി എന്നാൽ ഞാൻ പറയട്ടെ രേണുസുതി എന്ന വ്യക്തി രേണുസുതി ഈ രീതിയിൽ രേണുസുതിക്ക് ഏത് രീതിയിൽ താങ്കൾ പറയുന്ന ഏത് രീതിയാണ് അവർ റീൽസിൽ അഭിനയിച്ചതുകൊണ്ടോ? അവരുടെ അഭിനയം മോശമാണോ? അവരുടെ അഭിനയം നിലവാരമില്ലാത്തതാണോ അല്ലയോ എന്നത് ഇതിൽ പ്രസക്തമല്ല. പക്ഷെ അവരുടേതായ രീതിയിലാണ് അവർ കാഴ്ചവെക്കുന്നത്. അവരുടെ ജനാധിപത്യ വിരുദ്ധമായ ഒന്നും അവർ നടത്തുന്നില്ല. അവരുടെ അവകാശങ്ങളാണ്, അവരുടെ മൗലിക അവകാശമാണ് അവിടെ നിറവേറ്റുന്നത്. അതിന് സമൂഹത്തിന് കണ്ണുകടിയുള്ളതിൽ യാതൊരു പ്രസക്തിയുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ബിഗ് ബോസ് പോലൊരു ഷോയില് അവർക്ക് വരാനായിട്ട് അവർ മത്സരാർത്ഥിയാവാൻ യാതൊരു ഇതുമില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം അവർ വിധവ എന്ന അവർ എന്ന് പറയുന്ന ഒരു കാർഡ് ഇറക്കി ബിഗ് ബോസിലേക്ക് വന്ന ആദ്യ ദിവസം തന്നെ നോക്കുക. ബിഗ് ബോസിലെ രേണുസുതി ഫസ്റ്റ് ദിവസം രേണുസുതി ബിഗ് ബോസിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് തന്നെ രേണുസുതി പറഞ്ഞിട്ടുള്ളത് സുധിയേട്ടാ ഞാൻ ഭർത്താവിനെ സ്മരിക്കുന്നു എന്നുള്ളതിൽ എന്താണ് തെറ്റ്? അത് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയാണ്. അതിൽ താങ്കൾക്ക് കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് തികച്ചും ഈ രീതിയിൽ ഭർത്താവിനെ വിറ്റ് കാശാക്കി ബിഗ് ബോസിൽ ഭർത്താവിനെ എങ്ങനെ വിൽക്കുന്നു എന്നാണ്. എന്നാൽ പിന്നെ താങ്കളെ പോലെയുള്ള രേണുസുതി വിരോധികൾ അവരെ വിറ്റ് രേണുസുതി എന്ന കണ്ടന്റിനെ വിറ്റല്ലേ ജീവിക്കുന്നത്? അതിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കണ്ടന്റാക്കുകയാണ് മിസ്റ്റർ. രേണുസുതി എന്നൊരു വ്യക്തി ചെയ്യുന്ന കോമാളിത്തരങ്ങളെയാണ് ഇവിടെ കണ്ടന്റ് ആവുന്നത്. അല്ലാതെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ ഒരിക്കലും ഇവിടെ ആരും കടന്നാക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. രേണുസുതി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിരന്തരം സുധിയെ കുറിച്ച് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു. കൊല്ലം സുധിയുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നില്ല. എന്ത് തെറ്റാണുള്ളത്? എന്ത് തെറ്റാണുള്ളത്? സിനിമാ താരങ്ങൾ വിധവരായിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഭാര്യ മരണപ്പെട്ട ഭർത്താക്കന്മാർ ജീവിക്കുന്നു. ഈ നോക്കുക, നമ്മുടെ നാട്ടിലുള്ള ഭർത്താക്കന്മാർ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം ഭാര്യയുടെ ഓർമ്മകളെ വിറ്റ് മാത്രം അങ്ങനെ ഇവിടെ ഇതൊരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ പല ചിന്താഗതിയുള്ള ആൾക്കാർ കാണും. ചിലപ്പം എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയോട് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ അത്തരത്തിലുള്ള ചിന്താഗതിയുടെ പ്രശ്നമല്ല. ഇപ്പൊ താങ്കളെ പോലെ ആകണം രേണുസുതിയും എന്ന് വാശി പിടിക്കുന്നതിൽ യാതൊരു
അടിസ്ഥാനം രേണുസുതി കാണിക്കണ്ടേ? എന്ത് അടിസ്ഥാനമില്ലായ്മയാണ് അവർ കാണിച്ചത്? രേണുസുതി ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം രേണുസുതിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, രേണുസുതിയുടെ സുഹൃത്തായി എന്തുകൊണ്ടാണ് രേണുസുതി എന്ന വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മത്സരാർത്ഥിയായിട്ടുള്ള ഹനാൻ നടത്തിയിട്ടുള്ള പ്രസ്താവന ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം രേണുസുതി എന്ന വ്യക്തി പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി ആ ചോദ്യത്തിൽ രേണുസുതിക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏത് ചോദ്യത്തിന്? 25 വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവുമായിട്ട് രേണുസുതിക്ക് ബന്ധമുണ്ട്. അത് തികച്ചും അഭ്യൂഹങ്ങളാണ്, അഭ്യൂഹങ്ങൾ മാത്രമാണ്. രേണുസുതി ആ ചെറുപ്പക്കാരന്റെ ഭാര്യയുമായി വീഡിയോ കോൾ ചെയ്യുക ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. താങ്കൾ അത് അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട എന്തിന് ഇത്തരം അഭ്യൂഹങ്ങൾ? താങ്കളെ പോലെയുള്ള നാക്കിന് എല്ലില്ലാത്തവരിങ്ങനെ പലതും പറയും. അതിനെ നിയമപരമായി നേരിടണമെന്ന് അതവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇപ്പം രേണുസുതിക്ക് മേൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഞാൻ താങ്കളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അതിനെതിരെ നിയമപരമായിട്ട് രേണുസുതി എന്തുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമാണ് നിയമപരമായി മുന്നോട്ട് പോവുക. അങ്ങനെ സ്വയം ബോധ്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അതിൽ പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിലോ അത്തരം കാര്യങ്ങളിൽ പ്രതികരണം ആവശ്യമില്ല എന്നുണ്ടെങ്കിലോ താങ്കളെ പോലെയുള്ള ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവർ ഉൾക്കൊള്ളുന്ന അഭ്യൂഹങ്ങളാണ്. അതിൽ കുറ്റം ചെയ്തു എന്ന് പൊതുസമൂഹം അറിയുമെന്ന്, അതുകൊണ്ട് തന്നെയാണ് രേണുസുതി ഒരിക്കലുമല്ല. കാരണം ആ 25 വയസ്സെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭാര്യയുമായിട്ട് രേണുസുതി ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ്. അങ്ങനെ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ഭാര്യയുമായിട്ട് ആ ഒരു സൗഹൃദം വെച്ച് പുലർത്തുന്നു? താങ്കളെ പോലെയുള്ളവർ കണ്ണുകടിയുള്ളവർ മാത്രമാണ് ഇത്തരം അഭ്യൂഹങ്ങൾ ആരോപിക്കുന്നത്. ഇത് തികച്ചും അടിസ്ഥാന വിരുദ്ധമാണ്. ഒരു വ്യക്തിഹത്യ ചെയ്യാൻ മാത്രമായിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ള അവർക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. രേണുസുതി എന്ന വ്യക്തിയെ പല രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാൻ നോക്കി. ലാസ്റ്റ് എടുത്ത തന്ത്രമാണ്. നിങ്ങളെ പോലെയുള്ളവർ രേണുസുതിക്ക് എതിരെ നിൽക്കുന്നവർ ലാസ്റ്റ് എടുത്ത ഒരു തന്ത്രമാണ് അവരുടെ ക്യാരക്ടർ അസോസിയേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അത് അവർക്ക് അവിഹിതമുണ്ട് അങ്ങനെയായി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എടുത്ത ലാസ്റ്റത്തെ കാർഡാണ് അത്. അങ്ങനെ ഒരു കാർഡായിട്ടേ അതിനെ കാണാൻ സാധിക്കും. കാർഡാണെങ്കിൽ രേണുസുതി ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇത്രയും ദിവസമായി. രേണുസുതിക്കെതിരെ ഇത്രയും അവരത്രയ്ക്ക് മാനസിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബിഗ് ബോസിന് ഉള്ളിലും. അങ്ങനെ ഒരു മാനസികാഘാതം രേണുസുതിക്ക് ഹനാന്റെ പ്രസ്താവനയുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രേണുസുതി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിലെ അതങ്ങനെ ചെയ്യണമെന്ന് ഇവിടെ റൂൾസ് ഉണ്ടോ? അതായത് തനിക്കെതിരെ ഒരു തനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ അത് ശരിയോ തെറ്റോ എന്നതിൽ നശിപ്പിക്കാനായിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികൾക്കെതിരെ അവിടെ മൗനം പാലിക്കുന്നത് ചിലപ്പം അതിനോടുള്ള മൗനം എന്നത് പ്രതിരോധമാണ് മിസ്റ്റർ. അത് താങ്കൾ മനസ്സിലാക്കും. മാനനഷ്ട കേസ് മൗനം എന്നത് പ്രതിരോധം എന്ന മുഖമൂടിയും അതിന്റെ പിറകിലുണ്ട്. അത് താങ്കൾ മനസ്സിലാക്കണം. മൗനം കൊണ്ട് നേരിടുന്ന എത്ര പേരുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലായിരിക്കാം, അവർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിരിക്കാം. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ബിഗ് ബോസ് ഹൗസിനകത്ത് മനീഷ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന്. അതിൽ എനിക്ക് നല്ല രീതിയിൽ വിയോജിപ്പുണ്ട്. കാരണം രേണുസുതി എന്ന വ്യക്തി ഇത്തരം ഷാഫിയെ പോലുള്ള കുറെ പേർ രേണുസുതിനെ എതിർത്ത് നിന്നിട്ടും അവർ ഈ ഒരു രീതിയിൽ അവർ ഇന്നും സമൂഹത്തിന്റെ മുന്നിൽ അവർ യാതൊരു മടിയും കൂടാതെ സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നു. അവരുടെ കാര്യങ്ങൾ അവരുടെ ജോലി അവർ നിറവേറ്റുന്നു. ബിഗ് ബോസ് പോലൊരു ഷോയിൽ അവർ കുറച്ചു നാളെങ്കിലും മത്സരിച്ചു. അത്തരം കാര്യങ്ങളെ അവർ അഭിമുഖീകരിക്കുന്നു എന്നതിൽ വലിയ ഒരു പങ്കുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ സമൂഹത്തിന് നൽകുന്ന സംഭാവന എന്ന് മനീഷ ഒരു കാര്യം ചോദിച്ചിരുന്നു. അതിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് അവർ നൽകുന്ന സമൂഹത്തിന് വേണ്ടി നൽകുന്ന ഒരു സംഭാവന എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ആണ്. ഈ ഒരു വിധവയായ ഒരു വ്യക്തിത്വം അവിടെ അടിച്ചമർത്തപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്ക് പ്രതികരിക്കാനുള്ള അവരുടെ ഊർജമാണ് രേണുസുതിയിലൂടെ നൽകുന്നത്. ഒരിക്കലും വിധവ എന്നൊരു വ്യക്തി വിധവയാകുന്ന ഒരു വ്യക്തി 4 ചുവടിനുള്ളിൽ ഒതുങ്ങി കൂടണമെന്ന മലയാളികളുടെ മാത്രം ചിന്താഗതിയാണ്. ആ ചിന്താഗതിക്ക് വിരുദ്ധമായാണ് രേണുസുതി ഇന്ന് പുറത്തു നിൽക്കുന്നത്. തീർച്ചയായും ഇത്തരം ചിന്താഗതികളോട് താങ്കൾ ഇത്രയും ഇടുങ്ങിയ ചിന്ത
ചിന്താഗതി ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും രേണുസുതിയെ പോലുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ താങ്കൾക്ക് പറ്റാത്തത്. രേണുസുതി അവരുടെ എഫോർട്ട് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. രേണുസുതി എന്ന വ്യക്തി സമൂഹത്തിൽ നൽകുന്ന സംഭാവന എന്ന് മനീഷ് ചോദിച്ചതിന് എനിക്ക് നൽകാൻ കഴിയുന്ന മറുപടി, രേണുസുതി എന്ന വ്യക്തി സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നു. പ്രത്യേകിച്ചും വിഡോസ് ആയ സ്ത്രീകൾക്ക് സമൂഹത്തിന് മുന്നിൽ വരാനുള്ള ധൈര്യവും അവർ ഫേസ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒരു രേണുസുതി വന്നതിന് ശേഷമാണ് സമൂഹത്തിൽ വിധവകൾക്കല്ല സമൂഹത്തിന് മുന്നിലേക്ക് വരാനുള്ള സമയം. തീർച്ചയായും അത് ഒരു പരിധി വരെ രേണുസുതിക്ക് ഇൻഫ്ലുവൻസ് ആവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ താങ്കളോട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷാഫി, ഞാനൊരു കാര്യം, ഒരു ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കട്ടെ. രേണുസുതി വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് രേണുസുതി കൊല്ലസുതി മരണപ്പെട്ടതിന് ശേഷം രേണുസുതി മുഖ്യധാരയിലേക്ക് വന്നതിന് ശേഷമാണ് വിധവകൾക്ക് ഇവിടെ എന്താണ് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് എങ്ങനെ പറയാൻ പറ്റുക? വിധവകളായിട്ടുള്ള എത്രയോ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ? അവർ ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിച്ചോട്ടെ, താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. രേണുസുതി എന്ന വ്യക്തിയെ, ആ കുടുംബം പുലർത്തുന്ന വനിതകളായിട്ടുള്ള വിധവകളായിട്ടുള്ള ആളുകൾക്ക്, രേണുസുതി എന്ന വ്യക്തിയെ വിധവകളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയെങ്കിൽ അവർക്ക് മുന്നോട്ട് പോയാൽ പോലെ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ താങ്കളോട്, അല്ല ഇതിനൊരു മറുപടി ആയിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. താങ്കൾ അത് കേൾക്കാനുള്ള സാവകാശം നൽകണം. രേണുസുതി എന്ന വ്യക്തിയെ താങ്കൾ പൂർണ്ണമായും വിയോജിക്കാൻ ഒരു കാരണം അതവര് വിധവയായതുകൊണ്ടോ അവർ റീൽസിൽ അഭിനയിക്കുന്നതുകൊണ്ടോ എന്താണ് താങ്കളുടെ കാരണം എന്ന് വ്യക്തമാക്കുക ആദ്യമേ. ഇവിടെ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ, രേണുസുതിക്കെതിരെ തിരിയുക എന്നുള്ളത് രേണുസുതിയുടെ വ്യക്തിത്വം. അതുപോലെ വേറൊരു ചോദ്യമുണ്ട്, അതുപോലെ മറ്റൊരു ചോദ്യമുണ്ട്. രേണുസുതി എന്ന വ്യക്തിയെ ഇപ്പം സമൂഹം പകുതിയും വെറുക്കുമ്പോൾ, അവർക്കെതിരെ സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള വിധവയായിട്ടിരിക്കുന്ന മറ്റു വ്യക്തികൾക്ക് ഇതില് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ അവരെയും കൂടെ, അവരുടെ മനസാക്ഷി അവരെയും കൂടെ അടിച്ചമർത്തുന്ന ഒരു തരത്തിലുള്ള രീതിയായിട്ട് ഇതിനെ കാണാൻ കഴിയില്ലേ? ഇത്തരത്തിൽ രേണുസുതിയെ പോലുള്ള ഒരു സ്ത്രീയെ സമൂഹത്തിൽ അടിച്ചമർത്തുമ്പോൾ ഇനിയും വരുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന, ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ സജീവമാകണം എന്ന് വിചാരിക്കുന്ന ഭർത്താവില്ലാത്ത അല്ലെങ്കിൽ വിധവയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്തരം സമൂഹത്തെ ഇത്തരം ചിന്താഗതികളിലൂടെ നിൽക്കുന്ന ഒരു സമൂഹത്തെ ഭയക്കേണ്ട ഒരു അവസ്ഥയിലേക്കല്ലേ ഇപ്പൊ വന്നു നിൽക്കുന്നത്. ഇവിടെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. രേണുസുതി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രേണുസുതി എന്ത് പ്രവർത്തികളാണ്? സമൂഹം അവർ കാരണം ഏത് കുറ്റവാളിയാണ് ഇവിടെ ഉണ്ടായത്? സമൂഹത്തിൽ അവർ കാരണം ഏത് കുറ്റവാളിയാണ് വന്നത്? അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഏത് വ്യക്തിയാണ് ഈ സമൂഹത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തത്? താങ്കൾ കാണിക്കോ? അവർ കാരണം ഈ സമൂഹത്തിൽ ഏത് വ്യക്തിയാണ് ഒരു കുറ്റകൃത്യം ചെയ്തത്? താങ്കൾ ഇവിടെ കാണിക്കോ? രേണുസുതി കാരണം ഒരു സമൂഹത്തിൽ എന്ത് തെറ്റായ ഒരു കാര്യമാണ് അവർ സംഭവിച്ചതെന്ന് താങ്കൾ വ്യക്തമാക്കൂ ഷാഫി. ഒഴിവാക്കി കഴിഞ്ഞാൽ രേണുസുതിക്ക് എന്ത് കഴിവാണുള്ളത്? എന്ത് കഴിവ്? താങ്കൾക്ക് എന്ത് കഴിവാണുള്ളത്? അവരുടെ വ്യക്തിത്വത്തെ രേണുസുതിയുടെ കഴിവ് കൊണ്ട് തന്നെയാണ് അറ്റത്തിൽ നിന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ രേണുസുതിക്ക് മുഖ്യധാരയിലേക്ക് വരാനുള്ള എന്ത് കഴിവാണുള്ളത്? ഇന്ന് ബിഗ് ബോസ് പോലെ രീതിയിലുള്ള താങ്കൾ ബിഗ് ബോസ് ഷോയിൽ വിളിച്ചോ? ഇല്ലല്ലോ. ബിഗ് ബോസ് ഷോയിൽ രേണുസുതിയെ പോലെയുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് തന്നെ മാത്രമാണെന്നേ പറയാൻ സാധിക്കൂ. കണ്ടന്റ് കൊണ്ട് മാത്രമാണ്, ഒരിക്കലുമല്ല. അവരുടെ ഭർത്താവിനെ കൊണ്ട് മാത്രം കണ്ടന്റ് ഉണ്ടാക്കി, അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവരുടെ ഭർത്താവിനെ രേണുസുതി ബിഗ് ബോസിലേക്ക്, രേണുസുതി ഇത്രയും കൊല്ലം ഇവിടെ ജീവിക്കുന്നുണ്ടായിരുന്നല്ലോ. രേണുസുതി കൊല്ലസുതിയുടെ മരണത്തിന് ശേഷമല്ലേ ഇങ്ങനെ ആയത്? ഈ രേണുസുതി അതിനു മുൻപ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, കലാരംഗത്ത് സജീവമായിരുന്നു. ആ രേണുസുതി ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? മരണപ്പെട്ടതിന് ശേഷം രേണുസുതി കൊല്ലം സുതിയെ വിറ്റ് കാശാക്കി ബിഗ് ബോസ് മുഖ്യധാരയിലേക്ക് വരുന്ന സോഷ്യൽ മീഡിയയിൽ 3 മാസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അതിലും രേണുസുതിയേക്കാൾ കഴിവും തന്റെ പോലുള്ള പരിപാടികളിൽ റേറ്റിംഗിനും തേർഡ് റേറ്റ് ആയിട്ടുള്ള മൈൻഡിനും വേണ്ടി മാത്രം താങ്കൾക്ക് സാധിക്കും.
മഹാനടന്റെ ജീവിതത്തെയും അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ഇമോഷൻസിനെയും മാത്രം സമൂഹത്തിൽ എക്സ്പോസ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും നിരവധി പേരാണ് അവരുടെ ശരീരം ഒരു ബിസിനസ് ആക്കി മാറ്റി ജീവിക്കുന്ന എത്രയോ പേർ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരു കാര്യം രേണുസുതി എന്ന വ്യക്തി ചെയ്യുന്നില്ല. അത്തരത്തിലേക്ക് രേണുസുതി അത്തരത്തിൽ ഒരു കാര്യം കോഴിക്കോടുമായിട്ട് അഭിനയിച്ച റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു? ഞാനൊന്ന് ചോദിക്കട്ടെ, മിന്നുവിനെ നിങ്ങൾക്കറിയാമോ? നടി മിന്നു. അതായത് ഇടക്കാല കാലത്ത് ബാലചന്ദ്രൻ, മുകേഷ് എന്നിവർക്കെതിരെ ആരോപണവുമായിട്ട് രംഗത്ത് വന്ന ഒരു സ്ത്രീ. അവർ ഇടക്കാലത്ത് ഭയങ്കര വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടുണ്ട്. അവർ ഇപ്പോൾ നിലവിൽ എവിടെയാണ് ഉള്ളത് എന്ന് ആരെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മിന്നു മുനീർ അവരിപ്പോ ജയിലിലാണ്. അവരിപ്പോൾ ജയിലാണ്. എന്തിന്റെ കാരണം കൊണ്ട് അവര് ജയിലില്? കാരണം എന്താന്ന് വെച്ചാല് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കേസിലാണ് അവർ പ്രതിയായിട്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ എത്രമാത്രം ചർച്ചയാവുന്നുണ്ട്. അതുപോലെ എത്രയെത്ര സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ അവരവരുടെ ശരീരം എക്സ്പോസ് ചെയ്ത് ഇമേജ് നേടിയെടുത്ത് ശരീരം വിറ്റ് എന്തായാലും രേണുസുതി ഫെയിം കണ്ടെത്തുന്നില്ല. അത് തികച്ചും അത് ഒട്ടും ക്ലിയർ അല്ല, ക്ലിയർ അല്ല. ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ, ശരീരം വിറ്റ് കാശുണ്ടാക്കുന്ന സ്ത്രീകൾ ഉണ്ടാകുന്നു. രേണുസുതി അത്തരത്തിലാണെന്ന് പറയാൻ അതിൽ രണ്ടിലും വലിയ അന്തരമുണ്ട് മിസ്റ്റർ, വലിയ വ്യത്യാസമുണ്ട് മിസ്റ്റർ. ശരീരം അവരുടെ മാനം വിട്ട് ജീവിക്കുന്നതും ഭർത്താവിന്റെ കണ്ണിനായിട്ട് ജീവിക്കുന്നതിലും വ്യത്യാസമുണ്ട് മിസ്റ്റർ. അതിനെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ താങ്കൾ നോക്കണ്ട. അതിന് ഒന്നാണ് കുലസ്ത്രീയായിട്ട് ചിന്തിക്കുന്ന, കുലസ്ത്രീ മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. എന്താണ് അവരുടെ ഭർത്താവിനെ കുറിച്ച് വീഡിയോസിൽ വന്ന് പറയുന്നത് ഒരു കുലസ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഈ കുലസ്ത്രീ എന്ന എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അത് അവരുടെ ഫീലിങ്സ് സമൂഹത്തിനോട് പ്രകടിപ്പിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ ക്രിമിനൽസ് കുറിച്ച് രേണുസുതി നടത്തിയിട്ടുള്ള പ്രവർത്തിയെ കുറിച്ചോ രേണുസുതിയുടെ ഭാവി ജീവിതത്തെ കുറിച്ചോ രേണുസുതിക്കൊന്നും പറയാനില്ല. രേണുസുതിക്ക് ആകെ പറയാനുണ്ട് എന്റെ സുതിയേട്ടാ, ഇത് മാത്രം. അവരുടെ വൈകാരികതകളെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവർ സമൂഹ ജീവിയാണ്. അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. അത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അതിൽ താങ്കൾക്ക് എന്ത് വിയോജിപ്പാണ്? അവരുടെ ഫാമിലിയാണ് മെൻഷൻ ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ ഇത്ര കണ്ണുകടി? എനിക്ക് മനസ്സിലാവുന്നില്ല. കൊല്ലം സുധി മരണപ്പെട്ടിട്ട് ഇത്രയും നാളായി. സാധാരണ ഒരു ഭർത്താവ് മരിച്ചു, ഓക്കെ, ഭർത്താവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ച് കുറച്ചു കാലങ്ങൾ പറയാം. അവരുടെ ഭർത്താവ് ഇത് എപ്പോഴും അത് മാത്രമേ പറയാനായിട്ടുള്ളൂ. സിനിമയിലേക്കാണോ, ജീവിത രാഷ്ട്രീയത്തിലേക്കാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലേക്കാണോ, ഇല്ലെങ്കിൽ നിലവിൽ ബ്ലോഗർമാരുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് രേണുസുതി കാണിക്കുന്നത് അവർ റീൽസ് ഇടുന്നതോ അവർ ആൽബത്തിൽ അഭിനയിക്കുന്നതോ എന്ന് മാന്യത കുറവാണ്. നിലവാരമില്ലയോ ഉണ്ടയോ എന്നതിലല്ല കാര്യം. അവർ എന്ത് മാന്യത കുറവാണ് സമൂഹത്തെ കാണിക്കുന്നത്. സമൂഹത്തെ അവർ എങ്ങനെയാണ് ഈ രീതിയിലുള്ള ആളുകളെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ താങ്കളോട്. സമൂഹത്തെ എങ്ങനെയാണ് രേണുസുതി മോശമായി ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് താങ്കൾ ഒന്ന് പറയണം. എന്ത് തീർച്ചയായിട്ടും വിധവയായ സ്ത്രീകൾ സമൂഹത്തിൽ വരുന്നത് ശരിയല്ല എന്ന മെസ്സേജ് ആണോ രേണുസുതി കൊടുക്കുന്നത്? അതാണ് താങ്കൾക്ക് കുരുപൊട്ടുന്നത്. അത് താങ്കൾ വ്യക്തമാക്കണം. രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ അല്ലല്ലോ കേരളത്തിലെയും ഇന്ത്യയിലെയും അതല്ലല്ലോ ഇവിടെ ആദ്യത്തെ വിധവയാണെന്ന് രേണുസുതി ആരോപിച്ചില്ലല്ലോ. രേണുസുതി ആദ്യത്തെ വിധവയാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് രേണുസുതിക്ക് അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളത്തിൽ ആദ്യത്തെ വിധവയല്ല രേണുസുതി. അതുകൊണ്ട് രേണുസുതിക്ക് സോഷ്യൽ മീഡിയയിൽ സജീവമായി കൂടാ എന്ന് പറയുന്നതിൽ യാതൊരു വസ്തുതയുമില്ല. വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഷാഫി ഇവിടെ നിന്ന് പുലമ്പുന്നത്. ഇവിടെ രേണുസുതിയെ ഇവിടെ സമൂഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ രേണുസുതിക്ക്
പാടില്ല എന്നുള്ളത് ഇവിടെ ആരും പറഞ്ഞില്ല. രേണുസുതി കണ്ടന്റ് പിന്നെ എന്താണ് അവരുടെ ഭർത്താവിനെ കണ്ടന്റായിട്ട് എടുക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവരുടെ ഭർത്താവിനെ പരാമർശിക്കുന്നത് അവരുടെ സ്നേഹ പ്രകടനമാണ്. അത് അവരുടെ ഭർത്താവിനാണ്, താങ്കളെ അല്ലല്ലോ. നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചോട്ടെ. രേണുസുതി അതല്ലാതെ ഇടയ്ക്കെങ്കിലും രേണുസുതി കണ്ടന്റ് ഒന്ന് മാറ്റിപ്പിടിച്ച ആ റിതപ്പനെയും അതുപോലെ തന്നെ കിച്ചുവിനെയും താങ്കൾ രേണുസുതിയുടെ വ്ലോഗ് പോയി കാണണം മിസ്റ്റർ. എല്ലാവരെയും പരാമർശിക്കുന്നുണ്ട് അതില്. മാറ്റിപ്പിടിച്ചിട്ട് രേണുസുതി അവരുടെ ഇഷ്ടം അല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സമൂഹത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബിഗ് ബോസിൽ പോയിട്ട് എപ്പോ പറഞ്ഞാലും ഒന്നില്ലെങ്കിൽ ഉറക്കം രേണുസുതി എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എനിക്ക് രണ്ടും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയും എന്നെ സുധിയേട്ടാ. താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ വസ്തുത മനസ്സിലാവില്ല. എന്താണ് എന്റെ കിച്ചിന്റെ അവസ്ഥ? താങ്കൾക്ക് എന്തോ പേഴ്സണൽ വിരോധമുണ്ടെന്ന് തോന്നുന്നു രേണുസുധിയോട്. അത്തരത്തിലുള്ള സംസാരമാണല്ലോ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. രേണുസുധി എന്ന വ്യക്തി ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവരുടെ ഇമോഷൻസിന് എന്താ ഇവിടെ വിലയില്ലേ? ഞാനൊരു കാര്യം ആരോപിക്കട്ടെ. ഇപ്പൊ ഷാഫി പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് സമൂഹത്തിന്റെ എല്ലാവരുടെയും അവരുടെ സജഷൻ വെച്ചിട്ടാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണത് എന്നാണോ? രേണുസുധി അവരുടെ സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിൽ ഷാഫിയുടെ അഭിപ്രായം ചോദിക്കേണ്ടതുണ്ടോ? സമൂഹത്തിന്റെ അഭിപ്രായം ചോദിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഷാഫി തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ മറ്റുള്ളവരുടെ സജഷൻ വെച്ചിട്ടാണോ താങ്കൾ പോസ്റ്റ് ചെയ്യുന്നത്? അവരുടെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് മാത്രമാണ്. നിങ്ങളൊന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. രേണുസുധിയുടെ സോഷ്യൽ മീഡിയയിൽ രേണുസുധി എന്ത് പോസ്റ്റ് ചെയ്യണമെന്നോ രേണുസുധി തീരുമാനിച്ചോട്ടെ. പക്ഷെ എന്തുകൊണ്ട് താങ്കൾ അത് പറയുന്നു? ഭർത്താവിനെ പോസ്റ്റ് ചെയ്യരുത്, ഭർത്താവിനെ കണ്ടന്റ് ആക്കുന്നത് അത് അവരുടെ താല്പര്യമാണ്. അത് താങ്കൾ അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. രേണുസുധി കണ്ടന്റ് ചെയ്യുന്നത് ഈ ഭർത്താവ്, റിതപ്പൻ, കിച്ചു, ഈ 3 വിഷയങ്ങൾ. ഇത് 3-നപ്പുറത്തേക്ക് രേണുസുധി ഏതെങ്കിലും ഒരു വിഷയം മറ്റുള്ളവരുടെ, അതായത് രേണുസുധിയുടെ ഒരു ഡെയിലി ലൈഫ് രേണുസുധി ചെയ്തോട്ടെ. അങ്ങനെയെങ്കിലും അത് ഇത് ചെയ്തോട്ടെ ചെയ്യരുത് എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് താങ്കളാണോ? ഒരാളുടെ സോഷ്യൽ മീഡിയയിൽ അവർ ക്രിയേറ്റ് ചെയ്ത സോഷ്യൽ അക്കൗണ്ടിൽ ആശയദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സംഗതി അല്ലാതെ രേണുസുധി ഇതിൽ ആശയദാരിദ്ര്യം രേണുസുധി വല്ലാതെ നേരിടുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ഭർത്താവിനെ കുറിച്ച് കണ്ടന്റ് ചെയ്തെങ്കിൽ മാത്രമേ രേണുസുധിക്ക് ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അല്ലാതെ രേണുസുധി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും വേറെ പറയാനായിട്ടില്ല. അവരുടെ കഴിവുകളെ കുറിച്ച് പറയാനില്ല. രേണുസുധി ഇപ്പൊ തൻസീർ കൂത്തുപറമ്പുമായിട്ട് രേണുസുധി ചേർന്ന് ആൽബം ചെയ്യുന്നുണ്ട്. ഇരു കൈ നീട്ടി കേരള സമൂഹം രേണുസുധിയെ സ്വീകരിക്കും. അവരുടെ കഴിവ് നടത്തുന്ന കഴിവിലൂടെ അവർക്ക് കഴിവില്ലായ്മയുടെ ഭാഗമായിട്ടാണോ? അവരുടെ കഴിവ് കൊണ്ടല്ലേ അവർ ആൽബത്തിൽ അഭിനയിക്കുന്നത്. അത് തികച്ചും വസ്തുത വിരുദ്ധമായ കാര്യമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. തൻസീർ കൂത്തുപറമ്പിനെ പോലെയുള്ള ആളുകളുമായിട്ട് ചേർന്ന് രേണുസുധി ആൽബത്തിൽ അഭിനയിച്ച് വരുന്നു. അവരുടെ കഴിവിന് കേരള സമൂഹം അംഗീകരിക്കണം. താങ്കളെ പോലെയുള്ളവർ മാത്രം അംഗീകരിക്കത്തില്ല. അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് താങ്കളെ പോലെയുള്ള സമൂഹമായിട്ട്. അവർ മുന്നോട്ട് വരട്ടെ. കേരള സമൂഹം ഇരു കൈ നീട്ടി സ്വീകരിക്കും. കലാകാരന്മാരെയും അതുപോലെ തന്നെ സിനിമാ താരങ്ങളെയും ഒക്കെ ഇരു കൈ നീട്ടി സ്വീകരിച്ചൊരു സമൂഹമാണ് കേരളം. അപ്പോൾ കഴിവുകളെ കേരള സമൂഹം അംഗീകരിക്കും. പക്ഷേ ഒരു ഭർത്താവ്, മകൻ, കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഭർത്താവ് മരിച്ചു, ഭർത്താവിന്റെ വേദനകൾ, ഭർത്താവിന്റെ യാതനകൾ, ഭർത്താവിന്റെ ജീവിതം. ഇപ്പോൾ രേണുസുധിക്ക് ഫിനാൻഷ്യലി ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഷാഫി പോയി ചെലവിന് കൊടുക്കുമോ? താങ്കൾ ചെലവിന് കൊടുക്കുമോ? രേണുസുധിക്ക് ജീവിക്കണമെങ്കിൽ രേണുസുധി കഷ്ടപ്പെട്ടേ കഴിയൂ. രേണുസുധിക്ക് കഴിവ് വളർത്തി രേണുസുധി മുഖ്യധാരയിലേക്ക് വരട്ടെ. രേണുസുധി ഇവിടെ അംഗീകരിക്കും. എന്തുകൊണ്ട് അവരുടെ ഡെയിലി ലൈഫ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രശ്നം? അവരുടെ അത് വ്യക്തിപരമായ അവരുടെ താല്പര്യങ്ങളല്ലേ, അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കും മിസ്റ്റർ. ഇവിടെ ഡെയിലി ലൈഫ് പറഞ്ഞോ ഇല്ലെങ്കിൽ ഇവിടെ എത്ര പിന്നെ എന്താണ് പറയേണ്ടതെന്ന് താങ്കൾ ആരോപിക്കുന്നത് അത് വ്യക്തമാക്കണം. എന്താണ് സുധിയെ കുറിച്ച് രേണുസുധി സംസാരിക്കുന്നത് തെറ്റാണോ എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? എന്തുകൊണ്ട് അവർക്ക് അവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചൂടാ, അവരുടെ സ്നേഹം പങ്കുവെച്ചൂടാ? അതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? കൊല്ലങ്ങൾ തീർന്നാല് രേണുസുധിയും കൊല്ലസുധിയും ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത് വളരെ കുറച്ചു കാലം മാത്രമാണ്. ഈ കുറച്ചു കാലത്തെ കാര്യങ്ങള് രേണുസുധി സുധിയുടെ ഭാര്യയാണ് രേണു, അത് മനസ്സിലാക്കണം. രേണു ഉറപ്പായിട്ടും എത്ര കാലം ജീവിച്ചു എന്നതിലല്ല കാര്യം. ഒരു ദിവസമാണെങ്കിൽ പോലും അതിന്റെ ഓർമ്മകൾ അത് അവർ തമ്മിലുള്ള സ്വകാര്യ ജീവിതത്തെ നമ്മൾ ഇവിടെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല.
സുധിയുടെ ഭാര്യയാണ് രേണു. സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു എത്ര കാലം ജീവിച്ചിട്ടുണ്ട്? അതിനെക്കാട്ടിലും കൂടുതൽ സുധിയുടെ അമ്മയായിട്ട് ഒരു സ്ത്രീ ജീവിച്ചിട്ടുണ്ട്. ആ അമ്മ നാളെ മുതൽ ഫോൺ ഓണാക്കിയിട്ട് യൂട്യൂബിൽ അവർ ഏത് കാലഘട്ടത്തിൽ ജനിച്ചതാണെന്ന് കൂടെ മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവരെ പോലെ നമ്മളെ പോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കില്ല. അത് താങ്കൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അവരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെ അവർ പറഞ്ഞുകൊണ്ട് അവർ സമൂഹത്തിന്റെ മുന്നിൽ വരട്ടെ. ഇവിടെ ആരെങ്കിലും രേണു സുധി എന്തെങ്കിലും പറയൂ? രേണു സുധിയെ സപ്പോർട്ട് ചെയ്യും. അവരുടെ വ്യക്തിപരമായ കഴിവുകൊണ്ടല്ലേ അവർ മുന്നേറുന്നത്. അവര് ഡാൻസ്, അവരുടെ അഭിനയം, അതൊക്കെയല്ലേ അവർ കാഴ്ചവെക്കുന്നത്. അല്ലാതെ അത് രേണു സുധിയുടെ പേജ് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. വെച്ചിട്ട് രേണു സുധി വരട്ടെ. രേണു സുധിയെ ഇവിടെ കേരളം അംഗീകരിക്കും. രേണു സുധി സിനിമയിൽ അഭിനയിക്കട്ടെ. ആ സിനിമയ്ക്ക് ടിക്കറ്റ് താങ്കളുടെ അംഗീകാരം എന്തായാലും രേണു സുധിക്ക് വേണ്ട. രേണു സുധിയെ അംഗീകരിക്കാൻ ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അത് താങ്കൾ മനസ്സിലാക്കണം. അംഗീകരിക്കും രേണു സുധി ഇവിടെ. ഇനി മറ്റേതെങ്കിലും തരത്തിൽ രേണു സുധി വരട്ടെ, അംഗീകരിക്കും. ഇത് രേണു സുധി പറയുന്നത് എന്താ? ബിഗ് ബോസിലേക്ക് വന്നാൽ ആദ്യത്തെ ദിവസം സുധിയേട്ട കണ്ടന്റ്, സുധിയേട്ടൻ കാർഡ്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് ഇമോഷൻ സുധിയേട്ടൻ കാർഡ് വർക്കാവാതെ വരുമ്പോൾ റിതപ്പനെ കാർഡാക്കും. അതിനുശേഷം പറയും കിച്ചുവിന്റെ കാർഡാക്കും. ഈ 3 കാർഡ് അല്ലാതെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ മറ്റാരും അവരുടെ ഭർത്താക്കന്മാരെയും അവരുടെ കാമുകന്മാരെയും അവരുടെ മാതാപിതാക്കളെയും കണ്ടന്റ് ആക്കാതിരിക്കുകയാണോ? അത് ആരാണ് അവിടെ വീട്ടുകാരെ കുറിച്ച് ഒരു വാദങ്ങളും ഉന്നയിക്കാത്ത ആരാണ്? ഒന്ന് പറഞ്ഞു തരണം മിസ്റ്റർ. ബിഗ് ബോസിൽ ആരാണ് അവരുടെ ഫാമിലി? ഉറപ്പായിട്ടും ഒരു ഷോ ആണ്. അതൊരു ഡെയിലി ലൈഫ് മൊത്തം കാണിക്കുന്ന ഒരു ഷോ ആണ്. ഉറപ്പായിട്ടും അവരുടെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കും. അതിൽ ഒരു മത്സരാർത്ഥിയെ കാണിച്ചു തരണം. അവരുടെ ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാത്ത ഒരു മത്സരാർത്ഥിയെ കാണിച്ചു തരണം. അവിടെ പ്രത്യേക സെഷനുകളുണ്ട്. അപ്പൊ മാത്രമേ സംസാരിക്കുന്നുണ്ടോ? അത് ബിഗ് ബോസ് എന്ന ഷോ രേണു സുധി പറയുന്നത് എന്റെ സുധിയേട്ടാ ഞാൻ വന്നു, സുധിയേട്ടാ ഞാൻ പോയി, സുധിയേട്ടാ ഞാൻ ഷർട്ട് വാങ്ങി, സുധിയേട്ടാ ഞാൻ അത് അവരുടെ ഭർത്താവിനെ കുറിച്ചല്ലേ പറയുന്നത്. അതിൽ താങ്കൾക്ക് എന്താണ് ഇത്ര ക്ഷോഭം മനസ്സിലാവുന്നില്ല. എല്ലാത്തിനും സുധിയേട്ടാ എന്നുള്ള വിളി മാത്രം. അല്ലാതെ സ്വന്തമായിട്ട് രേണു സുധിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സ്വന്തമായിട്ട് രേണു സുധിക്കൊന്നും പറയാനില്ലെന്ന് മാത്രമല്ല, രേണു സുധി കാണിക്കുന്നത് എന്താ? കൊല്ലം സുധി എന്ന് പറയുന്ന നടനെ വെക്കുന്നു. അവരുടെ പേരിനെ ഫെയിംഷിപ്പ് ഉണ്ടാക്കി എടുക്കുന്നു. കൊല്ലം സുധി മരിക്കുന്നതിന് മുൻപ് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ആ കാലത്തൊന്നും രേണു സുധി അന്ന് രേണു സുധിക്ക് കഴിവ് തീർച്ചയായും രേണു സുധി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭർത്താവിന്റെ മരണശേഷമാണ് അവർ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പറയുന്നത് രേണു സുധി കഴിവുകൊണ്ടാണ് കടന്നു വന്നത് എന്ന് പറയുന്നതെങ്കിൽ കൊല്ലം സുധിയുടെ മരണത്തിന് മുൻപും ബിഗ് ബോസ് ഉണ്ടായിരുന്നു. കൊല്ലം സുധിയുടെ മരണത്തിന് മുൻപും രേണു സുധി ഉണ്ടായിരുന്നു. അന്ന് രേണു സുധി ബിഗ് ബോസിലേക്ക് വന്നു. അന്ന് രേണു സുധി എന്ന വിഷയം അത്ര വിവാദപരമായി മാറിയിരുന്നില്ല. അതിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വിവാദമായത്? താങ്കളെ പോലെയുള്ള രേണു സുധിയോട് കണ്ണുകടി ഉള്ളവർ അതിനെതിരെ സംസാരിച്ച് വന്നത് കൊണ്ടാണ് വിവാദമായത്. അതിന് രേണു സുധിയെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ രേണു സുധി അവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത്. രേണു സുധി വിവാദം ഉണ്ടാക്കി ഭർത്താവിനെ വിറ്റ്. രേണു സുധി വിവാദം ഉണ്ടാക്കില്ല. രേണു സുധിയാൽ നിങ്ങളെ പോലെ ഉള്ളവർ വിവാദം ഉണ്ടാക്കി. രേണു സുധി വിഡോയാണ്, അതുകൊണ്ട് സമൂഹത്തിൽ വന്നുകൂടാ എന്ന് ആരോപിക്കുന്ന നിങ്ങളെ പോലെയുള്ളവർ കാരണമാണ് ഇത്രയും വിവാദമായിട്ടുള്ള ഒരു കണ്ടന്റായി രേണു സുധി മാറിയത്. ഈ രീതിയിൽ മനീഷയെ പോലുള്ള നടിമാർ, മനീഷ ഒരു വിധവയാണ്. മനീഷ ബിഗ് ബോസിൽ പങ്കെടുത്ത സമയത്ത് മനീഷയ്ക്ക് അവർക്ക് അവരുടേതായ ജീവിത രീതി കാണും. അവർക്ക് രേണു സുധിയെ പോലെ ബിഹേവ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഭർത്താവിനോട് സ്നേഹമില്ല. ഒരിക്കലും രേണു സുധി എവിടെ ആരോപിച്ചിട്ടില്ല. എന്നെ പോലെ സമൂഹത്തിന് മുന്നിൽ വരാത്തവർ, അല്ലാത്ത വിധവന്മാരൊന്നും ഭർത്താവിനോട് സ്നേഹം ഇല്ലാത്ത ആൾക്കാരാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ആ രീതിയിലല്ലേ? ഇവിടെ രേണു സുധിയെ പോലെയുള്ള ആളുകൾ, കഴിവുകളുള്ളവരെ കേരളം എന്നും അംഗീകരിച്ചിട്ടുള്ളൂ. പക്ഷെ ഭർത്താക്കന്മാരെയും മക്കളെയും കണ്ടന്റാക്കി ജീവിക്കുന്ന പ്രവണത സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതുണ്ട്. ആ രീതിയിലുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. രേണു സുധിയെ പോലുള്ള ആളുകൾ അവരുടെ അഭിനയ മികവ് കൊണ്ടും കലാപരമായിട്ടുള്ള കഴിവുകളും കൊണ്ടും രംഗത്ത് വരട്ടെ, സമൂഹം അംഗീകരിക്കും. അല്ലാതെ ഭർത്താവിനെ പോലെ അല്ലെങ്കിൽ മക്കളെ പോലെ അല്ലെങ്കിൽ അമ്മയെ കുറിച്ച് അച്ഛനെ കുറിച്ച് ഭർത്താവിന്റെ പാന്റ് ഷർട്ട് ഇതൊക്കെ കണ്ടന്റാക്കുന്ന ആളുകൾ ഒരിക്കലും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാറില്ല. അങ്ങനെയുള്ള ആളുകളെ അവജ്ഞയോടുകൂടി തള്ളിയിട്ടുള്ളൂ.
ആ രീതിയിൽ രേണുസുതി സ്വന്തം കഴിവുകളെ സമൂഹത്തിന് മുൻപിൽ പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരട്ടെ. കേരള സമൂഹം അതിനെ അംഗീകരിക്കും. വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാണ്. രേണുസുതി എന്ന വ്യക്തി അവരൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളും ധാർമ്മികതയൊക്കെ മാനിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അവർ ഒരിക്കലും സാമൂഹ്യ വിരുദ്ധമായ ഒരു കാര്യങ്ങളും നിറവേറ്റുന്നില്ല, ഇതുവരെ നിറവേറ്റിയിട്ടില്ല. അത്തരം കാര്യങ്ങൾ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന എത്രയെത്ര കേസുകൾ, ജോളി ഒരു കുടുംബത്തെ മൊത്തം കൊന്ന അവരുടെ കാര്യങ്ങൾ ഇവിടെ സമൂഹത്തിൽ ചർച്ചയാവുന്നില്ല. ഗ്രീഷ്മ എന്ന വ്യക്തി സ്വന്തം കാമുകന് വിഷം കൊടുത്തു കൊന്ന അവരുടെ കാര്യം ഇവിടെ സമൂഹത്തിൽ ചർച്ചയാവുന്നില്ല. അങ്ങനെ എത്രയെത്ര പേർ അവരുടെ പങ്കാളികളെയും സമൂഹത്തിനും ദ്രോഹം ചെയ്ത എത്ര സാമൂഹ്യ വിരുദ്ധർ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിലും അവരുടെ വിഷയങ്ങളൊന്നും ചർച്ചയാവുന്നില്ല. എന്നിട്ടും രേണുസുതിയെ പോലുള്ള ഇത്തരം കാര്യങ്ങളെ സാധാരണക്കാരെ കണ്ടന്റ് ആക്കി എടുത്ത് അവരുടെ മുഖത്ത് കരിവാരി തേക്കുന്ന ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ നിന്ന് നീങ്ങി മാറട്ടെ. അതുപോലെ തന്നെ വിധവയായതുകൊണ്ട് അവർ 4 ചുവരിനുള്ളിൽ ഇരുത്തണം എന്നുള്ള ചിന്താഗതി സമൂഹത്തിൽ നിന്നും അങ്ങനെ ഒരു ചിന്താഗതി മറയട്ടെ. സമൂഹത്തിൽ ഇനിയും വിധവയായവരും അല്ലാത്തവരും എല്ലാം സമൂഹത്തിന് നന്മകൾ ചെയ്യുന്ന പ്രവണതകൾ കൊണ്ട് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്പോർ ഇവിടെ സമാപിക്കുന്നു. വരും ദിവസങ്ങളിൽ വാക്പോരിന്റെ പുതിയ വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തും. കാത്തിരിക്കുക.